എന്താണ് ഈ സമുദ്ര? ഈ സമുദ്രനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. ഈ സമുദ്ര എന്ന് പറയുന്നത് ഒരു ഇ ഗവേണൻസ് ആണ്. ദാറ്റ് ഈസ് ഈ നോക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ സമുദ്ര എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഏകജാലകം, കേരള ഗവൺമെന്റിന്റെ ഏകജാലക അതൊക്കെ അതുപോലെ ഒരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം ആണ് ഈ സമുദ്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ സമുദ്രയോടെ നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ദറ്റ് ഈസ് പേയ്മെന്റ്, ദറ്റ് ഈസ് അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ ഓൺലൈൻ വഴി ആക്കുന്നതാണ് ഈ സമുദ്രയോടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നോക്കാൻ വെച്ചാൽ ദറ്റ് ഈസ് സർവീസുകളൊക്കെ അപ്ലൈ ചെയ്യാൻ, ദറ്റ് ഈസ് അപ്ഡേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് കുറെ ടൈം എടുക്കുന്നുണ്ട് മാരിടൈം മേഖലകളിൽ. ഈ സമുദ്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. ദറ്റ് ഈസ് അധികം ടൈം എടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി 72+ സർവീസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്ലിക്കേഷൻ, പേയ്മെന്റ്, രജിസ്ട്രേഷൻ അതുപോലുള്ള സർവീസുകളാണ് ഈ സമുദ്രയുടെ കീഴിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ സമുദ്ര കൊണ്ടുവരുന്ന മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പേപ്പർലെസ് ആക്കാം. അതുപോലെ തന്നെ റിയൽ ടൈം ട്രാക്കിംഗ്, ദറ്റ് ഈസ് പണ്ടൊക്കെ റിയൽ ടൈം ട്രാക്കിംഗ് പറ്റുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദറ്റ് ഈസ് എങ്ങനെയാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഈ സമുദ്ര വരുമ്പോൾ നമുക്ക് റിയൽ ടൈം ട്രാക്കിംഗ് ഉണ്ട്. അതുപോലെ പേപ്പർലെസ് ആവും. ദറ്റ് ഈസ് ഓൺലൈൻ പേയ്മെന്റ് ആണ്. പിന്നെ മൾട്ടിപ്പിൾ ഓഫീസുകൂടെയാണ് നമ്മൾ കാര്യങ്ങൾ നടത്തേണ്ടത്. ദറ്റ് ഈസ് കുറെ ഓഫീസിന് നമ്മൾ ബന്ധപ്പെടുന്ന ഓരോ സർവീസ്, ദറ്റ് ഈസ് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ വിൻഡോയിലൂടെ നമുക്ക് കാര്യങ്ങൾ എന്താണ് നടത്താൻ പറ്റും. പിന്നെ ഫ്രാഗ്മെന്റഡ് ഡാറ്റ ആണ്. ദറ്റ് ഈസ് ഓരോ ഡിപ്പാർട്ട്മെന്റും അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡാറ്റ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ സിംഗിൾ വിൻഡോകളുടെ എന്താണ് നമുക്ക് ഇന്റഗ്രേറ്റഡ് ഡാറ്റ നമുക്ക് പെട്ടെന്ന് ലഭ്യമാവും. എന്തുകൊണ്ടാണ് ഈ സമുദ്ര എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാൻ കാരണം? അതിന്റെ റീസൺസ് ഒക്കെ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 11,099 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാവിഗബിൾ വാട്ടർ വേസ് എന്ന് പറയുന്നത് മോർ ദാൻ 14,000 കിലോമീറ്റർ ആണ് നാവിഗബിൾ വാട്ടർ വേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ 95% ട്രേഡ് ഷിപ്പിങ്ങിലൂടെയാണ് നടക്കുന്നത്. ഇതില് 70% എന്താണ് മാരിടൈം റൂട്ടുകളിലൂടെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പോർട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2014-15 2561 ആണ്. ഇപ്പോൾ 2817 MTPA ആയിട്ട് ഉയർന്നു. അതുപോലെ ഇന്ത്യ കാർഗോ ഹാൻഡിൽ ചെയ്തത് 1052 ആയിരുന്നു 2014-15. ഇപ്പൊ അത് 1668 ആയിട്ട് ഉയർന്നു. നമുക്ക് ഇതൊക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു സിംഗിൾ വിൻഡോ മാരിടൈം എക്കോസിസ്റ്റം അനിവാര്യമാണ്. അപ്പോൾ ഈ സമുദ്രനെ കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്ന നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.